ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? സുഖമല്ലേ എല്ലാവർക്കും? സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. നമുക്കും ഇവിടെ സുഖം തന്നെയാണ് കേട്ടോ, അൽഹംദുലില്ലാ. പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമ്മളൊരു റിസോർട്ടിലാണ്. റിസോർട്ട് എവിടെ? നമ്മൾ പെരിന്തൽമണ്ണ കാറൽമണ്ണ പകലകം എന്ന് പറഞ്ഞ റിസോർട്ടിലാണ് കേട്ടോ. തൂതപ്പുഴേൻ്റെ അരികത്തുള്ള റിസോർട്ടാണ്. അപ്പോൾ അതാ റിസോർട്ട് ഇടയ്ക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് പേരൊക്കെ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കുറച്ച് യൂട്യൂബേഴ്സുമാർ അങ്ങനെ പോകുന്നതാണ് കേട്ടോ. റിസോർട്ട് ഇവിടെ നല്ല അടിപൊളി റിസോർട്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പം അങ്ങനെ കുറച്ച് യൂട്യൂബേഴ്സുമാരൊക്കെ പ്ലാൻ ഇട്ട് അങ്ങനെ പോകുന്നതാണ്. അപ്പോൾ ഇവിടെ രണ്ട് ഭാഗത്തായിട്ടാണ് കേട്ടോ റിസോർട്ട്. ഇങ്ങനെ സെൻറ്ററിൽ കൂടെ അങ്ങനെ ഒരു വഴിയായിട്ട് അവിടെ നല്ല പുഴയുണ്ട് കേട്ടോ. തൂതപ്പുഴ അറിയുന്ന പുഴ, അതിൻ്റെ അരികത്ത് തന്നെയാണ് നമുക്കുള്ള പൂളിങ്ങും അതേമാതിരി കുട്ടികൾക്കുള്ള പാർക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല പൊളി വൈബല്ലേ. അതാണ് കേട്ടോ, പകലകം റിസോർട്ടാണ് പേര്. പിന്നെ അതാ നമ്മൾ വരുന്ന വഴിക്ക് തന്നെ അതാ രണ്ട് പോത്താളുണ്ട് കേട്ടോ, വെൽക്കം ചെയ്ത് ഇവിടെ നിൽക്കണ്. പിന്നെ അത്യാവശ്യം നല്ല പാർക്കിംഗ് സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ. കണ്ട് അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ രണ്ട് ഭാഗത്തായിട്ടാണ് നമുക്ക് റിസോർട്ട് വരുന്നത്. മൊത്തത്തിൽ 5 വീടുകളാണ് കേട്ടോ. താഴെ മുകളിലായിട്ട് അങ്ങനെ റൂമുകളാണ്. നമുക്ക് മേലെ കേട്ടോ റൂമുകളൊക്കെ സെറ്റായത്. പിന്നെ ഇങ്ങനെ നടുവഴിയായിട്ട് ഇങ്ങനെ പോകുമ്പോൾ നേരെ പുഴയേക്കാണ് കേട്ടോ ചെല്ലണത്. പിന്നെ നല്ല സ്വിമ്മിങ് പൂളും ഉണ്ട്, കുട്ടികൾക്കൊക്കെ കളിക്കാൻ പറ്റിയ സ്വിമ്മിങ് പൂളും. കുട്ടികൾക്ക് ഇപ്പോൾ അതല്ലേ റിസോർട്ട് വന്നാൽ വേണ്ടത്. ഇവിടെ മക്കൾ വന്നേക്ക് സ്വിമ്മിങ് പൂളിൽ ചാടിയിട്ട് പോകുന്ന വരെ അതിൽ തന്നെയാണെന്ന് പറഞ്ഞ മാതിരിയായിരുന്നു കേട്ടോ. പിന്നെ അതാണ് കിച്ചണ്, നല്ല അടിപൊളി കിച്ചണാണ്, നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് പാർക്ക്. വേറെ അവിടെ സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇരിക്കാനുള്ള സെറ്റപ്പും. പിന്നെ ഇതാണ് നമ്മൾ തൂതപ്പുഴ കേട്ടോ. നല്ലൊരു വൈബേനും കാണാനൊക്കെ കണ്ടിരിക്കാനൊക്കെ എന്തായാലും രസമാണെന്നോ. ഞങ്ങളിത് കുറേ സമയം ഇവിടെ ഇങ്ങനെ നിന്ന് കണ്ടു കേട്ടോ. കുട്ടികൾ പൂളിൽ കളിക്കുന്ന സമയത്തൊക്കെ ഞങ്ങൾ ഇവിടെ പുഴേൻ്റെ അരികത്ത് നിന്ന് ഇങ്ങനെ അത് കണ്ട് ആസ്വദിക്കുമായിരുന്നു. അപ്പോൾ എന്താണ് കേട്ടോ, കുട്ടികൾക്കുള്ള ഏരിയ ഇവിടെ ഉണ്ട്. ചെറിയ കുട്ടികൾക്ക് കേട്ടോ, അവിടെ വലിയവർക്ക് ചാടാൻ അപ്പുറത്ത് ചാടും. അപ്പോൾ എൻ്റെ റിജൊക്കെ കണ്ടില്ലേ, അവന് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിട്ടോ. അതൊന്ന് പോരാനേ അവന് കമ്പുണ്ടായിട്ടില്ല. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. എത്ര വിളിച്ചിട്ടോ അവൻ അതൊന്ന് പോരുകയല്ലേന്ന് കേട്ടോ. അങ്ങനെ കുറച്ച് സമയം കുട്ടികളെ അത് കളിപ്പിച്ച് പിന്നെ ഞാൻ ബാക്കി വീഡിയോസൊക്കെ എടുക്കാനും വേണ്ടി പോവാണ്. അപ്പോൾ ഇതാ നമ്മൾ ഗോപി മോള് കണ്ടില്ലേ, പുഴ കണ്ട് ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാ കുട്ടികളെ പാർക്കിൽ ഇതാ വലിയവരും ഇരുന്ന് ആടുന്നുണ്ട് കേട്ടോ. ഇപ്പുറത്ത് കുട്ടികളെ കളിപ്പിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ട് വന്നവരും അല്ലാത്തവരൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫാമിലി ആയിട്ട് വന്നവരിതാ കുട്ടികളൊക്കെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം അതൊക്കെ കണ്ട് ആസ്വദിച്ച് നിന്ന് അപ്പോഴേക്ക് രാത്രിയായി കേട്ടോ. പിന്നെ കുട്ടികളെ ഡാൻസും പാട്ട് പല മത്സരങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ അടിച്ചു പൊളിച്ചായിരുന്നു. പാട്ടൊക്കെ അതിൽ പാടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കോപ്പിറൈറ്റ് കാരണം ഞാൻ മ്യൂസിക് അത് കട്ടാക്കിയതാണ്. നല്ല പാട്ടും കളിയും കുട്ടികളെ കസേരക്കളി, അതേമാതിരി സുന്ദരിക്ക് പൊട്ട് തൊടൽ, അതേപോലെ മുട്ടായി പെറുക്കൽ, അങ്ങനെ പല ഐറ്റംസ് കളികളും ഉണ്ടായി. കുട്ടികളൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടുന്ന് പോകുന്നപ്പം ഭയങ്കര ഫീൽ ചെയ്യുന്നു. നമ്മൾ അറിയാത്ത ഓരോ യൂട്യൂബേഴ്സുമാരെ കൂടെ അങ്ങനെ വന്ന് അതേപോലെ അവരെ കുട്ടികളും നമ്മളെ കുട്ടികളും തമ്മിൽ ഫ്രണ്ട്സായി അവരിങ്ങനെ കളിക്കുമ്പോഴും പൂളിലൊക്കെ ഒരുപോലെ ഒരുമിച്ച് അവർ കളിക്കുമ്പോൾ
അവരൊക്കെ ഫ്രണ്ട്സ്, നമ്മളും ഒക്കെ ഫ്രണ്ട്സായി. ഭയങ്കര രസമായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് പരിപാടികൾ കഴിഞ്ഞപ്പോഴേക്കും നമുക്ക് ഫുഡ് എത്തിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഫുഡ് നമുക്ക് മന്തിയായിരുന്നു കേട്ടോ. ഫുഡിൻ്റെ കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഒരു അടിപൊളി ഫുഡായിരുന്നു. ഭയങ്കര ടേസ്റ്റ് കേട്ടോ. നല്ല പക്ക ടേസ്റ്റായിട്ടുണ്ടായിരുന്നു. എല്ലാവരും നല്ലോണം തിന്നിട്ടുണ്ട് കേട്ടോ. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫാമിലിയൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഫുഡ് ഏൽപ്പിക്കാനുള്ള കോൺടാക്റ്റ് നമ്പറും കൂടി നമ്മളവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവരെ വിളിച്ച് ബുക്ക് ചെയ്താൽ അവർ നമുക്കുള്ള ഫുഡൊക്കെ സെറ്റാക്കി തരും. കുറഞ്ഞ റേറ്റ് ഉള്ളൂ കേട്ടോ. കുറഞ്ഞ റേറ്റിൽ നമുക്ക് ഫുഡ് അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഓരോരുത്തർ കണ്ടില്ലേ കഴിക്കുമ്പം ടേസ്റ്റ് കാട്ടുന്നത്. അങ്ങനെ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് വീണ്ടും കുട്ടികൾ പാർക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റൂം കാണിക്കണ്ടേ? നമുക്ക് മേലെയാണ് കേട്ടോ റൂം സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പുറം ഒക്കെ എല്ലാം നടന്ന് കാണിച്ചു. ഇനിയിപ്പം ഉൾഭാഗം കൂടി ഒന്ന് കാണിച്ചു തരാം. അപ്പം ഇങ്ങനെ സ്റ്റെപ്പ് കയറി പോയിട്ട് ഇങ്ങനെ 5 വീടുകളായിട്ടാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതാണ് കേട്ടോ റൂമുകൾ. അപ്പോൾ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂം തന്നെയാണ്. അങ്ങനെ 2 ബെഡ് ഉണ്ട്. കുട്ടികൾക്ക് എടുക്കാൻ വേറെ അങ്ങനെ സെപ്പറേറ്റും ഉണ്ട് കേട്ടോ. അപ്പോൾ അതേമാതിരി ബാത്റൂമുണ്ട്, പിന്നെ TV, അതേപോലെ വൈഫൈ എല്ലാ സെറ്റപ്പാണ് കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് വന്നാൽ വിശാലമായ സ്ഥലവും സൗകര്യങ്ങളും ബെഡുകളും അതേമാതിരി ഫാമിലിയായിട്ട് ഇരുന്ന് സംസാരിക്കാനുള്ള സോഫയും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പറയുകയാണ്, എന്ത് രസമല്ലേ, നമുക്ക് വന്നത് മുതലായി കാണാൻ നല്ല ഭംഗിയുണ്ട്. കുട്ടികൾക്ക് പന്ത് വരെ കുട്ടികൾക്ക് കളിക്കാലേ എന്നൊക്കെ പറയാൻ കേട്ടോ ഞാൻ. അപ്പോൾ അതാണ് വൈഫൈ, അതേപോലെ TV, പിന്നെ സോഫ സെറ്റി ഉണ്ട് കേട്ടോ. നമുക്ക് പിന്നോട് ഞാനൊന്ന് ഇരുന്ന് നോക്കിയതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമുണ്ടായിന്, നല്ല സുഖമുണ്ട് കേട്ടോ ഇരിക്കാൻ. ഫാമിലിയൊക്കെ ആയിട്ട് വന്നിരുന്നാൽ നല്ല വൈബായിട്ടിരുന്ന് നമുക്ക് സംസാരിക്കാം, ഫോണിൽ എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കുക. അങ്ങനെ ഒരു വിശാലമായൊരു ഹാളായിട്ട്. അപ്പോൾ വൃത്തിൻ്റെ കാര്യത്തിൽ പിന്നെ പറയണ്ട കേട്ടോ, പക്ക അതേനു നല്ല വൃത്തിയുണ്ട് കേട്ടോ. റൂം ബാത്റൂം ആണെങ്കിലും ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ രാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ അത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ കുട്ടികൾ പോയി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അവർക്ക് ഇവിടുന്ന് പോവാനേ ഇതില്ല കേട്ടോ. അവർ വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഒരു പാർക്കൊക്കെ അല്ലെങ്കിൽ സ്വിമ്മിങ് പൂളൊക്കെ. അങ്ങനെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പൊറോട്ടയും ഇഡ്ഡലിയും ചിക്കൻ കറിയും സാമ്പാറാണ് കേട്ടോ ചായക്കുള്ള കടി വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മന്തി ഓർഡർ ആക്കിയതിന് കടയിൽ നിന്ന് തന്നെയാണ് കേട്ടോ ഇതും ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നു ചിക്കൻ കറിയും അതേപോലെ സാമ്പാറും ഇഡ്ഡലിയൊക്കെ കേട്ടോ. അപ്പോൾ എല്ലാവരും ഇരുന്ന് ആസ്വദിച്ച് കഴിക്കായിരുന്നു. അപ്പോൾ ഞാൻ ബാവാക്കുനോട് ഫുഡ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചിട്ട് അതിൻ്റെ അഭിപ്രായം കൂടി ഒന്ന് കേട്ടോളി. പൊറാട്ടയും കോഴിക്കറി ഒരു രസമില്ല. അതിക്ക് ഇഡ്ഡലിയും കൂടി ഒന്ന് ഒപ്പിക്കാണ്ട് കഴിച്ചാണല്ലോ. പിന്നെ സാമ്പാർ അവിടെ ഉണ്ട് അറിയണ്ടേ, അത് ഞാൻ കഴിച്ചില്ല. അടിപൊളിയായില്ലേ? രസമില്ല. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചിട്ട് എല്ലാവരും വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. ഓരോ സെറ്റായിരുന്ന് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോവാനേ തോന്നൂല. അപ്പം ഞാൻ കാല് വരുന്നുണ്ട് സാറിനോടും ഞാൻ പറയുന്നുണ്ട് 2 വാക്ക് റിസോർട്ടിനെ പറ്റിയൊന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് കേട്ടോ, അതും കൂടി ഒന്ന് കേട്ടോ. എല്ലാവർക്കും ഫാമിലി ആയിട്ട് കുട്ടികൾക്ക് വന്ന് ഉല്ലസിക്കാൻ പറ്റിയ റിസോർട്ടാണ്. അപ്പം അങ്ങനെ നമ്മൾ പരിപാടിയൊക്കെ നല്ല അടിച്ച് പൊളിച്ച് കുട്ടികളും മക്കളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ യൂട്യൂബേഴ്സ്മാർ കുറച്ചുണ്ടായിരുന്നു കേട്ടോ. അവരൊക്കെ കൂടെ എൻജോയ് ചെയ്ത് ഇപ്പം തിരിച്ച് വീട്ടിൽ തന്നെ പോവാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.